ഇതിൽ പഠിക്കുന്ന ACR സീനിയർ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എയർ കൂളറാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്ററും കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം വേനൽക്കാലത്തും തണുപ്പ് കാലത്തും ഉണ്ടാകുന്ന ഉപകരണങ്ങളാണ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ഉപകരണമാണ് എയർ കൂളർ വിത്ത് ഹീറ്റർ. ഇത് വേനൽക്കാലത്ത് തണുപ്പിക്കാനും തണുപ്പുള്ള സമയത്ത് ചൂടാക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വീടുകളിലും മറ്റും ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. വർക്കിങ്ങും അതുപോലെ തന്നെ മെയിൻ പാർട്സും പറയാം. ഇതിൻ്റെ മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത് ബ്ലോവർ, ഫാൻ മോട്ടർ, കൂളിംഗ് പാഡ്, ടാങ്ക്, വാട്ടർ പമ്പ്, കൺട്രോൾ പാനൽ, പിന്നെ ഹീറ്റിംഗ് ഓയിൽ. വർക്കിംഗ് വരുന്ന 2 മെത്തേഡ് നമുക്കുള്ളത്. ഒന്ന് ഹീറ്റിംഗ് മെത്തേഡും 2 കൂളിംഗ് മെത്തേഡും. ആദ്യത്തെ മെത്തേഡിന് കൂളിംഗ് മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ വാട്ടർ ടാങ്കിലുള്ള വെള്ളത്തെ വാട്ടർ പമ്പ് വെച്ച് മുകളിലേക്ക് വലിച്ചെടുത്ത് കൂളിംഗ് പാഡിലോട്ട് വാട്ടർ സ്പ്രേ ചെയ്യുന്നു. അതിന് ശേഷം ബ്ലോവർ ഉപയോഗിച്ച് പുറത്തുനിന്ന് എയറെ കൂളിംഗ് പാഡിലേക്ക് വലിച്ചെടുത്ത് തണുത്ത എയറായിട്ട് റൂമിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഹീറ്റിൻ്റെ വർക്കിംഗ് വരുന്നത്. ഹീറ്റിൻ്റെ വർക്കിംഗ് പറയുന്നത് പുറത്തുനിന്ന് എയറെ ബ്ലോവർ വലിച്ചെടുത്ത ശേഷം ഹീറ്റ് എടുത്ത് ചൂടാക്കി റൂമിലോട്ട് ചൂടുള്ള എയറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ നമുക്കിത് എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് 2-in-1 ഡിവൈസാണ്. കൂളിംഗ് ആയിട്ട് ഉപയോഗിക്കാം, ഹീറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്, എനർജി സേവിങ് ആണ്, എക്കോ ഫ്രണ്ട്ലി സിസ്റ്റമാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 5 കൂടിയാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. താങ്ക് യു. ഇതാണ് കൺട്രോൾ പാനൽ വരുന്നത്. നമുക്കിനി ഇത് ഉപയോഗിച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് ബ്ലോവറിൻ്റെ വർക്കിംഗ് നോക്കാം. ആദ്യം വരുന്നത് ഹൈ സ്പീഡാണ്. ഈ കൂളറിൻ്റെ വർഷത്തിലൊക്കെ വരുന്നിരിക്കുന്നത് അത് ഇനി അടുത്ത് വരുന്നത് മീഡിയമാണ്. ഇത് മീഡിയം സ്പീഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനിയുള്ളത് ലോ സ്പീഡാണ്. ലോ സ്പീഡിൽ നമുക്ക് ബ്ലോവറിൻ്റെ സ്പീഡ് നോക്കാം. അടുത്ത് നമുക്ക് വാട്ടർ പമ്പിൻ്റെ വർക്കിംഗ് നോക്കാം. ഇനി അടുത്തത് ഹീറ്റർ മാത്രം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കും. അതുപോലെ ഹീറ്റർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്.